രാവിലെ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടി ഒരു മുട്ടക്കറിയും നല്ല അരികക്ക മൊരിഞ്ഞ നല്ല സോഫ്റ്റ് അപ്പവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം അപ്പത്തിൻ്റെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു 3 സവാള, ഞാൻ ഒരു മുട്ടയ്ക്ക് 1 സവാളയാണ് എൻ്റെ കണക്ക്. അപ്പോൾ ഞാനിപ്പോൾ 3 മുട്ട യൂസ് ചെയ്യുന്നതുകൊണ്ട് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് ചെറിയ തീയിൽ, മീഡിയം തീയിൽ വേണം അതിന് നല്ല ബ്രൗൺ ആവുന്ന വരെ മൊരിയിച്ചെടുക്കണം. അപ്പം ആ സവോള വഴന്ന് വരുന്ന കൂട്ടത്തിൽ നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താലോ നല്ല കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഞാൻ കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം എരിവും ഉണ്ടാവത്തില്ല, നല്ല കുറുകിയ ചാറും നമുക്ക് കിട്ടും. ആ കാശ്മീരി ചില്ലി പൗഡർ നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി എന്തായാലും നമ്മൾ തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്യുന്നത്. നല്ല തനി നാടൻ നമ്മൾ തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തത് ആ നല്ല ഒരൊറ്റ പാല് ഉണ്ടാക്കിയാൽ മതി. അതും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഗ്രേവിയിൽ ആ സവോളയും കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നല്ലൊരു സ്വാദാണ്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി വെറുതെ നമ്മൾ മുട്ട പുഴുങ്ങിയത് അതിനകത്തിട്ട് എടുത്താൽ മതി. കണ്ടോ, വെറും 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നല്ലൊരു അപ്പം ഉണ്ടാക്കണ്ടേ. അപ്പത്തിനുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്ന പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ വേണം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ. അധികം ചൂടോടെ ഉണ്ടാക്കിയാൽ ആ അപ്പത്തിൻ്റെ നടുഭാഗം വേഗത്തില്ല. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് കണ്ടോ, അതിൻ്റെ അപ്പത്തിൻ്റെ ചുറ്റുഭാഗം നല്ല ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരും. അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ആ ലേസ് വരുന്നത് അപ്പത്തിൻ്റെ. എന്നാൽ അതിൻ്റെ നടുവശം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല സോഫ്റ്റായിട്ടും ചുറ്റും നല്ല മൊരിഞ്ഞ നല്ല അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു ഡിഷാണ്. ഈ മുട്ടക്കറി ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ നമ്മൾ വെറും 3-4 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ, പക്ഷേ നമുക്കിതുപോലെ നല്ലൊരു മുട്ടക്കറിയും അപ്പവും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനിയിപ്പോൾ ഞാനത് നമ്മളൊരു പ്ലേറ്റിലോട്ട് ആ അപ്പം വെച്ചിട്ട് നല്ല മുട്ടയും ആ കുറുകിയ ചാറും ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കണം. ആഹാ, എന്താ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിങ്ങളിത് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു ഉഗ്രൻ മുട്ടക്കറി നിങ്ങളുടെ അടുക്കളയിൽ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ.